പാർലറിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പം ഈ ഒരു സംഭവം നമുക്ക് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും. അങ്ങനെ പോകാൻ പറ്റുന്നില്ലാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. നമുക്കാണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തില്ലെങ്കിലും മറ്റൊരാളുടെ ശരീരത്തിൽ ഈ ഒരു സാധനം കാണുമ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകാറുണ്ട് അല്ലേ. ഇനി നമ്മുടെ ബോഡിയിൽ തന്നെയാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഹായ് ഗൈസ്, നിങ്ങളുടെ മുഖത്ത് അരിമ്പാറയും പാലുണ്ണിയൊക്കെ ഉണ്ടാവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വട്ടെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും ഈ സാധനം ഒന്ന് പോയി കിട്ടിയിരുന്നെങ്കിലെന്ന്. അങ്ങനെ ചിന്തിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ കൂടുതൽ പേരും അരിമ്പാറയും പാലുണ്ണിയൊക്കെ മാറ്റാനായിട്ട് നമ്മുടെ പാർലറിലൊക്കെയാണ് പോവാറ്. അപ്പോൾ പാർലറിൽ പോവാതെ തന്നെ നമുക്ക് ഈ സംഭവം വീട്ടിൽ ചില പൊടിക്കൈകൾ ചെയ്തിട്ട് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അരിമ്പാറയും പാലുണ്ണിയൊന്നും നമുക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും ഇത് നമുക്ക് ഈ അരിമ്പാറ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഇത് ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ പാലുണ്ണി അങ്ങനെ പകരാറില്ലെങ്കിലും ഇത് തലമുറകളായിട്ട് ഇതിങ്ങനെ പാലുണ്ണിയും അരിമ്പാറയൊക്കെ തലമുറകളായിട്ട് ഇങ്ങനെ പാരമ്പര്യമായിട്ട് വരാറുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഹോർമോണുകളുടെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് ഈ ഒരു സാധനം വരുന്നത് തന്നെ. അപ്പോൾ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ നമ്മുടെ വീട്ടിലെ ചിലർക്കെങ്കിലൊക്കെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാർലറിൽ പോവാതെ തന്നെ ഈ ഒരു സംഭവം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് പറ്റും വീട്ടിൽ തന്നെ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. നമ്മുടെ ഈ അരിമ്പാറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അരിമ്പാറ നമ്മുടെ തല തൊട്ട് കാല് വരെയുള്ള ഭാഗത്ത് എവിടെ വേണേലും വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ പാലുണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്കിൻ ടോൺ പോലത്തെ തന്നെയാണ് അല്ലെ, ചെറിയൊരു പീസ് പോലെ നമ്മുടെ സ്കിന്നിന്റെ കളറിൽ തന്നെ നമ്മുടെ മുഖത്തും അല്ലെങ്കിൽ കഴുത്തിലോ അല്ലെങ്കിൽ വയറിന്റെ ആ ഒരു ഇടുക്ക് ഭാഗങ്ങളിലോ ഒക്കെയാണ് വരുന്നത്. കൂടുതലും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു 10-25 വയസ്സ് തൊട്ടിട്ടുള്ളവർക്കാണ് ഇത് കൂടുതൽ വരാറ്. പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ച് അധികം ഏജ്ഡ് ആയിട്ടുള്ളവർക്കാണ് ഇത് വരുന്നത്. ഈ സംഭവം മുഖത്തും കഴുത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ കാണുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മുടെ പച്ച ഇഞ്ചി ഉണ്ടല്ലോ, പച്ച ഇഞ്ചി ഒരു തൊലി കളഞ്ഞിട്ട് ചെറിയൊരു പീസ് എടുക്കണം കേട്ടോ. ആ ഒരു ചെറിയ പീസിലേക്ക് കുറച്ച് ചുണ്ണാമ്പ് തേക്കണം. ചുണ്ണാമ്പ് തേച്ചിട്ട് നമ്മുടെ പാലുണ്ണിയും അരിമ്പാറയും എവിടെയാണ് നമ്മുടെ പാലുണ്ണിയുടെയും അരിമ്പാറയുടെയും ആ ഒരു സൈസ് ഉണ്ടല്ലോ, ആ ഒരു സൈസിനായാലും കുറച്ചും കൂടെ വലുതായിട്ട് കട്ട് ചെയ്ത് ഇഞ്ചി വേണം കേട്ടോ എടുക്കാനായിട്ട്. അതിൽ ചുണ്ണാമ്പ് തേച്ചിട്ട് ആ ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെച്ച് കൊടുക്കണം. വെച്ചിട്ട് ഒരു 1-2-3 മണിക്കൂറെങ്കിലും അതവിടെ ഇരിക്കണം. അതായത് അതിൻ്റെ ആ ഒരു നീരിൻ്റെ ആ ഒരു എഫക്റ്റ് അതിലോട്ട് ആഴ്ന്നിറങ്ങണം. അതിന് വേണ്ടിയിട്ട് നമ്മളെവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ വെച്ചെടുത്ത് അത് പോസിബിളായിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സെല്ലോ ടേപ്പോ എന്തെങ്കിലും ഒരു ടേപ്പ് എടുത്തിട്ട് അതിൻ്റെ പൊക്കത്തോട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ 2-3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഇരുന്നോളൂ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേനും ഇത് പൊളിച്ച് കളയാം. ഇതെടുത്ത് കളയാം നമുക്ക്. ഇത് ഒരിക്കലും നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യരുത്. ഈ ഒരു ചുണ്ണാമ്പും ഇഞ്ചി നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പാലുണ്ണിയും അല്ലെങ്കിൽ ഇതൊക്കെ പോവും. പക്ഷേങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പാട് പോലെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഭയങ്കര സോഫ്റ്റ് ആണല്ലോ. അപ്പോൾ ഒരിക്കലും ഫേസിൽ ഇത് അപ്ലൈ ചെയ്യരുത് കേട്ടോ. ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഡെയിലി ഇത് ചെയ്യുമ്പോഴത്തേനും ഉറപ്പായി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. വയറിലും കഴുത്തിൻ്റെ പിൻഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമ്മുടെ മുഖത്തുള്ള അരിമ്പാറയും പാലുണ്ണിയൊക്കെ മാറാനായിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തുളസിയാണ് കേട്ടോ. തുളസി തന്നെ 2 ടൈപ്പ് ഉണ്ട്. കൃഷ്ണ തുളസി ഉണ്ട്, രാമതുളസി ഉണ്ട് അല്ലേ. ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് രാമതുളസിയാണ് കേട്ടോ. രാമതുളസി എന്ന് പറഞ്ഞാൽ കുറച്ചധികം എരിവും കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ഇലകളാണ്. അപ്പോൾ ഈ ഒരു തുളസി നന്നായിട്ട് അരച്ചിട്ട് ആ ഒരു ഭാഗത്ത് പൊത്തി വെക്കണം കേട്ടോ. കൃഷ്ണ തുളസി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും, പക്ഷേ രാമതുളസി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഡെയിലി ഇത് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഫേസിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ മുഖത്തെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ തുളസി നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞത്. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തല തൊട്ട് കാല് വരെയുള്ള ഭാഗത്തുള്ള അരിമ്പാറയും പാലുണ്ണിയും ഒക്കെ മാറാനായിട്ട് വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ് വാങ്ങിച്ചിട്ട് അത് കുറച്ച് പൊടിച്ചിട്ട് നമ്മുടെ വെള്ളത്തിൽ ചാലിച്ച് തലയിലോ അല്ലെങ്കിൽ കഴുത്തിലോ ആ ഭാഗത്തൊക്കെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടും കേട്ടോ. വൈറ്റമിൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മത്തിൻ്റെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും അടിപൊളിയാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെച്ചപ്പെട്ട ഒരു അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അരിമ്പാറയ്ക്ക് വൈറ്റമിൻ സിയുടെ ഈ ഒരു ടാബ്ലറ്റ് പൊടിച്ച് കലക്കി തേക്കുന്നത് അടിപൊളിയാണ് കേട്ടോ. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആര്യവേപ്പില ഉണ്ടല്ലോ, ആര്യവേപ്പില ഡെയിലി അരച്ച് ഈ പാലുണ്ണിയിലും ഈ ഒരു അരിമ്പാറയിലൊക്കെ തേക്കുന്നത് ഡെയിലി ഉപയോഗത്തിൽ പെട്ടെന്ന് മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കുറച്ച് സമയം എടുക്കും. കാരണം ആര്യവേപ്പില നമ്മുടെ സ്കിന്നിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഒത്തിരി നല്ലതാണെങ്കിലും ഇത് പക്ഷെ മാറാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഈ ഒരു പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ അരിമ്പാറയും പാലുണ്ണിയും ഒക്കെ നമുക്ക് പാർലറിൽ പോവാതെ തന്നെ വീട്ടിൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നവരെ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഡെയിലി ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് പാർലറിൽ പോകാതെ തന്നെ നിങ്ങളുടെ കഴുത്തിലും മുഖത്തും വയറിടുക്കുകളിലും ഒക്കെയുള്ള പാലുണ്ണികളും അരിമ്പാറയൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ കാലപ്പഴക്കം പോലെ ഇരിക്കും കേട്ടോ ഓരോ റിസൾട്ട് കിട്ടാനായിട്ട്.
പാർലറിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പം ഈ ഒരു സംഭവം നമുക്ക് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും. അങ്ങനെ പോകാൻ പറ്റുന്നില്ലാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. നമുക്കാണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തില്ലെങ്കിലും മറ്റൊരാളുടെ ശരീരത്തിൽ ഈ ഒരു സാധനം കാണുമ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കാറുണ്ട് അല്ലേ. ഇനി നമ്മുടെ ബോഡിയിൽ തന്നെയാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് എന്താണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിൽ നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.